എൻ്റെ എല്ലാ കുട്ടികൾക്കും ഗ്രീസറാണ്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഒരുപാട് ചാപ്റ്റർ ചെയ്ത് കഴിഞ്ഞു, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞു. ഫിസിക്കൽ വേൾഡ്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, മോഷൻ ഇൻ എ പ്ലെയിൻ, ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി പവർ, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ, മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്. ഇത്രയും ചാപ്റ്റർ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ചിലതൊക്കെ 2 യൂണിറ്റ് ഒക്കെ ഉണ്ട്. നമ്മുടെ ഏറ്റവും വലിയ ചാപ്റ്റർ, പ്ലസ് 1 ഫിസിക്സിലെ ഏറ്റവും വലിയ ചാപ്റ്ററിൽ ഒന്നായ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ് ഇന്നത്തെ നമ്മുടെ മെയിൻ സംഭവം. അത് എന്തായാലും 2 പാർട്ടായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാം, 2 പാർട്ടായിട്ടായിരിക്കും ഞാനത് ചെയ്യുന്നത്. പക്ഷെ ഈ ആഴ്ച കൊണ്ട് ഏകദേശം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ മാക്സിമം നോക്കും. ഓക്കെ, വാ, നല്ല പവറായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഇഷ്ടം പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഞാൻ ചെയ്യിപ്പിക്കും. ഇപ്പം ഇതിനകത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 1 മാർക്കിന്റെ ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ്. ചോയ്സ് ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുണ്ട്. ഞാൻ ചോയ്സ് ഒന്നും ഇല്ല എന്ന് പഠിപ്പിക്കാൻ നോക്കുകയാണ്, ശ്രമം നടത്തുകയാണ്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയുകയും ചെയ്യാം. ദി വർക്കിംഗ് ഓഫ് എ ഹൈഡ്രോളിക് ലിഫ്റ്റ്, വർക്കിംഗ് ഓഫ് എ ഹൈഡ്രോളിക് ലിഫ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ, ഒരു ചോയ്സും വേണ്ട. ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറയുന്നത് പ്രഷർ കൊണ്ട് ലിഫ്റ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഏത് ലോ അല്ലെങ്കിൽ ഏത് പ്രിൻസിപ്പിൾ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണും പൂട്ടിയും ഉത്തരം പറയണം. പാസ്കൽസ് ലോ. എന്താ പറയാണ്? പാസ്കൽസ് ലോ. അതിനകത്തൊരു സംശയം വേണ്ട, ചോയ്സ് പോലും വേണ്ട. പാസ്കൽസ് ലോ. ക്ലിയർ? ഹൈഡ്രോളിക് ലിഫ്റ്റ് കണ്ടിട്ട് അത് ഏത് ലോയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ സംശയം വേണ്ട, ഏത് ലോയാണ്? പാസ്കൽസ് ലോ. അടുത്ത ക്വസ്റ്റ്യൻ, വിസ്കോസിറ്റി ഓഫ് ഗ്യാസസ് ഡാഷ് വിത്ത് ടെമ്പറേച്ചർ. ഡാഷ് വിത്ത് ടെമ്പറേച്ചർ ഇൻക്രീസസ് ഓർ ഡിക്രീസസ്? വിസ്കോസിറ്റി ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. ഇതൊക്കെ നിങ്ങൾ ഇപ്പം തന്നെ 1 മാർക്ക് 2 മാർക്ക് കിട്ടി കഴിഞ്ഞു. ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. സ്മോൾ ഇൻസെക്ട്സ് ക്യാൻ വാക്ക് ഓവർ ദി സർഫസ് ഓഫ് വാട്ടർ. ഇറ്റ് ഈസ് ഡ്യൂ ടു, ചെറിയ ചെറിയ, ഞാൻ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിന്റെ വീഡിയോ ചെയ്യിപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ പ്രീവിയസ് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട്, സർഫസ് ടെൻഷന്റെ സമയത്ത് നിങ്ങൾ ഈ എന്താണ് വെള്ളത്തിലാശാൻ അല്ലെങ്കിൽ ചില ചിലന്തി പോലുള്ള സാധനങ്ങൾ വെള്ളത്തിലൂടെ ഇങ്ങനെ പോകുന്നതാണ്. വളരെ സുഖമായിട്ട്, വളരെ ഫ്രീ ആയിട്ട് അതിങ്ങനെ പോകും. കാരണം അതിന് ഈസി ആയിട്ട് പോകാനുള്ള കാരണം ഒന്നുമില്ല. ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞു അതിന്റെ കൂട്ടത്തിൽ, ഇറ്റ് ഈസ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷൻ. നമ്മളൊരു ഇമ്പ്യൂരിറ്റീസോ സോപ്പോ ഡിറ്റർജന്റോ വല്ലതും സൈലന്റ് ഒഴിച്ചു കഴിഞ്ഞാൽ അതങ്ങ് താഴോട്ടാ പോകും. അന്നേരം ഇതാണ് ഇതിന്റെ റീസൺ. അന്നേരം സ്മോൾ ഇൻസെക്ട്സ് വാട്ടറിനകത്തോടെ മൂവ് ചെയ്യാനുള്ള റീസൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? സർഫസ് ടെൻഷൻ. ഇതെല്ലാം 1 മാർക്ക്. കാരണം 1 മാർക്കിൽ നിന്ന് പതുക്കെ നമുക്ക് കയറി വരാം. ഫൈൻഡ് ദി ഓഡ് വൺ ഔട്ട് ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ആറ്റമൈസർ, വെഞ്ചറിമീറ്റർ, എയറോപ്ലെയിൻ, ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ അല്ലേ? ആറ്റമൈസർ, വെഞ്ചറിമീറ്റർ, എയറോപ്ലെയിൻ, ഈ 3 പ്രത്യേകതയുണ്ട്. ഇത് ഓഡ് വൺ ഔട്ട് ആണ്. ഓഡ് വൺ നമ്മൾ സെലക്ട് ചെയ്യണം. എപ്പോഴും ഓഡ് വൺ എല്ലാവരും സെലക്ട് ചെയ്യും, പക്ഷെ ഇതിനുള്ള ആൻസർ എഴുതുക. ജസ്റ്റിഫൈ യുവർ ആൻസർ. നിങ്ങളുടെ ആൻസറിനോട് നിങ്ങൾ നീതി പുലർത്തണമെന്നല്ല, ക്ലിയർ ആയിട്ട് എന്റെ റീസൺ എഴുതണം. ആറ്റമൈസർ, വെഞ്ചറിമീറ്റർ, എയറോപ്ലെയിൻ, ഈ 3 ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ബെർണോളിസ് തിയറം ആൻഡ് ദി ഹൈഡ്രോളിക് ലിഫ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ പാസ്കൽസ് ലോ. അതായത് ഇങ്ങനെ എഴുതാം. അതിന്റെ ആൻസർ ആറ്റമൈസർ, വെഞ്ചറിമീറ്റർ ആൻഡ് എയറോപ്ലെയിൻ ഈസ് ബേസ്ഡ് ഓൺ ബെർണോളിസ് തിയറം, ബട്ട് ഹൈഡ്രോളിക് ലിഫ്റ്റ് ഈസ് ദി ഓൺലി ഓഡ് വൺ വിച്ച് ഈസ് ബേസ്ഡ് ഓൺ പാസ്കൽസ് ലോ. ഇങ്ങനെ എഴുതുക. ഓക്കെ, അടുത്തതും സിമ്പിൾ. അതുമായിട്ട് ബേസ് ചെയ്ത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ. വെഞ്ചറിമീറ്റർ ബെർണോളിസ് തിയറം വെച്ചാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. നിങ്ങൾ കാണാൻ പഠിച്ചു കഴിഞ്ഞു. പാസ്കൽസ് ലോ. ചില കുട്ടികൾ എപ്പോഴും വിചാരിക്കുന്നുണ്ടായിരിക്കും, സാർ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എത്ര സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. എല്ലാ കുട്ടികളും പഠിക്കണം അല്ലേ? എല്ലാ കുട്ടികളും പഠിക്കണം. ഏറ്റവും താഴെ നിൽക്കുന്ന കുട്ടികൾ മുതൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് വരെ എല്ലാവർക്കും പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ എല്ലാ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അന്നേരം അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. ആദ്യത്തെ പാർട്ട് നമ്മളിപ്പോ 5 ക്വസ്റ്റ്യൻ 1 മാർക്ക് ക്വസ്റ്റ്യൻ ചെയ്തു. ഇനി ഇതൊക്കെ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. കുറെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. വൈ ഈസ് ഇറ്റ് ഈസിയർ ടു സ്വിം ഇൻ സീ വാട്ടർ ദാൻ ഇൻ റിവർ വാട്ടർ? കടലിൽ നീന്താൻ എളുപ്പമാണ്
ആറ്റിൽ നീന്താൻ, റിവർ എന്ന് പറഞ്ഞാൽ ആറാണ്, ആറ്റിൽ നീന്താൻ ബുദ്ധിമുട്ടാണ്. അതാണ് ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത്. വൈ ഈസ് ഇറ്റ് ഈസിയർ ടു സ്വിം ഇൻ സീ വാട്ടർ? നമ്മൾ പറയും സീ വാട്ടർ, സീയിൽ വേവ്സ് ഉണ്ട്, തിരമാല കൊണ്ട് ഇങ്ങനെ അടിച്ചങ്ങ് പോകും. ഇങ്ങനെയൊക്കെ ഇഷ്ടംപോലെ പേര് ഉത്തരങ്ങൾ എഴുതാറുണ്ട്. കൃത്യമായ റീസൺ കേട്ടോ. എന്തുകൊണ്ടാണ് സീ വാട്ടറിൽ നീന്താൻ എളുപ്പം? കാരണം വേറെ ഒന്നുമല്ല, സീ വാട്ടറിൽ ഒരു പ്രത്യേകതയുണ്ട്. സീ വാട്ടറിൽ ഏതിന്റെ പ്രസൻസ് ഉണ്ട്? സോൾട്ടിന്റെ പ്രസൻസ് ഉണ്ട്, ഉപ്പിന്റെ പ്രസൻസ് ഉണ്ട്. അന്നേരം ഡെൻസിറ്റി കൂടുതൽ എവിടെ ആയിരിക്കും? സീ വാട്ടറിലാണ്. ഏതിനെക്കാട്ടിൽ? റിവർ വാട്ടറിൽ. അവരുടെ ഡെൻസിറ്റി കൂടിയായി കഴിഞ്ഞാൽ അവിടെ നമുക്ക് നന്നായിട്ട് ഫ്ലോ ചെയ്യാൻ അല്ലെങ്കിൽ സ്വിം ചെയ്യാൻ ഈസിയാണ്. എന്തൊക്കെ എഴുതണം പോയിന്റ്? 2 പോയിന്റ് എടുത്താൽ മതി. സീ വാട്ടറിൽ എന്തടങ്ങിയിട്ടുണ്ട്? പ്രസൻസ് ഓഫ് സോൾട്ട് ഉണ്ട്. അവിടെ എന്ത് കൂടുതലാണ്? ഡെൻസിറ്റി കൂടുതലാണ്. ഡെൻസിറ്റി ഓഫ് സീ വാട്ടർ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് റിവർ വാട്ടർ. Therefore, it is easier to swim in sea water than in river water. Clear? Okay, വാ. അടുത്തേ അടിപൊളി ക്വസ്റ്റ്യൻ. ആന്റിസെപ്റ്റിക്സ് ഹാവ് ലോ സർഫസ് ടെൻഷൻ ബൈ. പ്രീവിയസ് ഇയറിൽ ചോദിച്ച് പെട്ടെന്ന് തിരിച്ച 2 ക്വസ്റ്റ്യൻ ആണ് ഈ 2 എണ്ണം. നമുക്ക് സിമിലർ ഞാൻ പറയാം. നമ്മൾ സ്ഥിരമായിട്ട് ടീച്ചർമാർ തരുന്ന, അധ്യാപകർ തരുന്ന ക്വസ്റ്റ്യൻസ് ആണ് സർഫസ് ടെൻഷനിൽ. ഇപ്പം ഉദാഹരണം, റെയിൻ ഡ്രോപ്സ് ആർ സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്. ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ സ്ഥിരം പാറ്റേൺ ആണ്. അതല്ലാതെ കുറച്ച് വെറൈറ്റി വേണം എന്ന് ആഗ്രഹിച്ച് അധ്യാപകർ ചോദ്യം ഇട്ടപ്പോഴാണ് പണി കിട്ടിയത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ആന്റിസെപ്റ്റിക്സ് ഹാവ് ലോ സർഫസ് ടെൻഷൻ ബൈ. ഈ ആന്റിസെപ്റ്റിക് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമുക്കൊരു മുറിവുണ്ടായാൽ പെട്ടെന്ന് അത് കരിയാൻ അല്ലെങ്കിൽ ഉണങ്ങാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ആന്റിസെപ്റ്റിക് ഉപയോഗിക്കുന്നത്. ആന്റിസെപ്റ്റിക്സിന് പ്രത്യേകത പറഞ്ഞാൽ അതിന് സർഫസ് ടെൻഷൻ കുറവാണ്. ക്വസ്റ്റ്യൻ തന്നെ പറയുന്നുണ്ട്, സർഫസ് ടെൻഷൻ കുറവാണെങ്കിൽ എന്ത് ചെയ്യും? അത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. ഇവിടെ ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആന്റിസെപ്റ്റിക് കഴിച്ചു കഴിയുമ്പോഴത്തേന് ഇത് പതുക്കെ എന്ത് ചെയ്യും? നന്നായിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യും? സ്പ്രെഡ് ചെയ്തിട്ട് ആ മുറിവിലൂടെ കൃത്യമായിട്ടെല്ലാം സ്പ്രെഡ് ചെയ്ത് പെട്ടെന്ന് മുറിവ് ഉണങ്ങും. അതാണ് ആന്റിസെപ്റ്റിക്കിന്റെ പ്രത്യേകത. ലോ സർഫസ് ടെൻഷൻ ആയി കഴിഞ്ഞാൽ അത് നന്നായിട്ട് എന്ത് ചെയ്യാം? സ്പ്രെഡ് ചെയ്യും. അതാണ് അതിന്റെ റീസൺ. ആ വൂണ്ടിലൂടെ എല്ലാം സ്പ്രെഡ് ചെയ്ത് പെട്ടെന്ന് അതെന്ത് ചെയ്യും? വൂണ്ട് നന്നായിട്ട് അങ്ങ് ഉണങ്ങും. ഇറ്റ് ഈസ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ. പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതൊരു സർഫസ് ടെൻഷന്റെ നല്ലൊരു ആപ്ലിക്കേഷൻ ആണ്. അടുത്ത നല്ലൊരെണ്ണമാണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മ വേണ്ടി ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന വർഷങ്ങളിൽ ഞാൻ ഏതോ ഒരു ടെക്സ്റ്റ് തപ്പിയെടുത്ത് കൊടുത്തിട്ട് അടുത്ത വർഷം തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, വൈ ഹോട്ട് സൂപ്പ് ടേസ്റ്റ് ബെറ്റർ ദാൻ കോൾഡ് സൂപ്പ്. സൂപ്പ് കുടിക്കാത്തവരായിട്ട് ആരും കാണത്തില്ല. നമ്മൾ ഇന്നേ വരെ ഫ്രീസറിൽ വെച്ച സൂപ്പ് കുടിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. നല്ല ചൂടായിട്ട് സ്റ്റാർട്ടറായിട്ടൊക്കെ നമ്മൾ സൂപ്പ് കുടിക്കുന്നത്. അന്നേരം ഹോട്ട് സൂപ്പാണ്. അതിനൊരു പ്രത്യേകതയുണ്ട്. ഹോട്ട് സൂപ്പാണ്. നമ്മൾ കോൾഡ് സൂപ്പ് കുടിച്ചിട്ടില്ല, പക്ഷെ നമ്മൾ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട്, അത് തണുപ്പാണ്. ഹോട്ട് സൂപ്പ് കുടിക്കാനുള്ള കാരണം എന്താ? നല്ല ടേസ്റ്റുമാണ്. നല്ല ചൂടായിട്ട് ഇങ്ങനെ നൂതി ഇങ്ങനെ സൂപ്പ് കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. അതിനുള്ള റീസൺ നമ്മൾ ശ്രദ്ധിച്ചു. ടെമ്പറേച്ചർ കൂടുമ്പോൾ, നോട്ട് ദി പോയിന്റ്, ടെമ്പറേച്ചർ കൂടുമ്പോൾ സർഫസ് ടെൻഷൻ കുറയും. ഞാൻ എൻ്റെ വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ട്, വാട്ട് ആർ ദി ഫാക്ടേഴ്സ് വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ സർഫസ് ടെൻഷൻ. ഫസ്റ്റ് വൺ ഈസ് ടെമ്പറേച്ചർ, സെക്കൻഡ് വൺ ഈസ് പ്രസൻസ് ഓഫ് ഇമ്പ്യൂരിറ്റീസ്, തേർഡ് വൺ ഈസ് സർഫസ് ഏരിയ. ടെമ്പറേച്ചർ വലിയൊരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. ടെമ്പറേച്ചർ കൂടിയാൽ സർഫസ് ടെൻഷൻ കുറയും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഹോട്ട് ബോഡി അല്ലെ, ഹോട്ട് സൂപ്പാണ്. ഹോട്ട് സൂപ്പിന് സ്വാഭാവികമായിട്ടും എന്ത് കൂടുതലായിരിക്കും? ടെമ്പറേച്ചർ കൂടുതലാണ്. ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ സർഫസ് ടെൻഷൻ കുറയും. സർഫസ് ടെൻഷൻ ലോ സർഫസ് ടെൻഷൻ ആണ് കേട്ടോ. സർഫസ് ടെൻഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാക്കിനകത്തോട് ഇങ്ങനെ സൂപ്പ് ഇങ്ങനെ നന്നായിട്ട് അതങ്ങ് സ്പ്രെഡ് ചെയ്യും. സ്പ്രെഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ നല്ല ടേസ്റ്റ്, ഇങ്ങനെ കൊതിയൂർന്ന ടേസ്റ്റ് നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അന്നേരം ടെമ്പറേച്ചർ കൂടുമ്പം സർഫസ് ടെൻഷൻ കുറയുന്നു. അന്നേരം അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യും. നമുക്ക് നന്നായിട്ട് നമ്മുടെ ടാങ്കിനകത്തോട് സ്പ്രെഡ് ചെയ്യും. നാക്കിനകത്ത് സ്പ്രെഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ടേസ്റ്റ് നല്ലപോലെ ടേസ്റ്റ് പിടിച്ച് നമ്മൾക്ക് നന്നായിട്ട് ടേസ്റ്റ് ഫീൽ ചെയ്യും. ഓക്കെ അല്ലേ? 3 ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വളരെ കൺഫ്യൂസിംഗ് ആയി ഒരു 80% കുട്ടികളും എഴുതാത്ത ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ്, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഇത് വളരെ ശ്രദ്ധിക്കണം. കാരണം ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ വേറെ ആൻസറിലേക്കൊക്കെ പോകാൻ, ഡൈവേർട്ട് ചെയ്ത് പോകാൻ അധ്യാപകർ ട്വിസ്റ്റ് ഇട്ട് വയ്ക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. റെയിൻ ഡ്രോപ്സ് ഫോളിംഗ് അണ്ടർ ഗ്രാവിറ്റി ഡസ് നോട്ട് അക്വയർ വെരി ഹൈ വെലോസിറ്റി ബൈ. റെയിൻ ഡ്രോപ്സ് ഫോളിംഗ് അണ്ടർ ഗ്രാവിറ്റി ഡസ് നോട്ട് അക്വയർ വെരി ഹൈ വെലോസിറ്റി ബൈ. അല്ലേ? റെയിൻ ഡ്രോപ്സ് ഗ്രാവിറ്റിയുടെ സ്ഥലത്ത് താഴോട്ട് വീഴുമ്പോൾ വലിയ വെലോസിറ്റി നമുക്ക് തോന്നിക്കുന്നില്ല, നമ്മുടെ കൈയൊന്നും കിഴിഞ്ഞൊന്നും പോകുന്നില്ല അല്ലേ? എന്തുകൊണ്ടാണ് ഇത്രയും ഹൈറ്റിൽ നിന്ന് വന്നിട്ട് പോലും?
ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, ഡസ്റ്റ് പാർട്ടിക്കിൾ സെറ്റിൽ ഡൗൺ ഇൻ എ ക്ലോസ്ഡ് റൂം ബൈ. നമ്മൾ നമ്മുടെ വീട്ടിലെ മുറി എത്ര വൃത്തിയാക്കിയാലും ഒരു തുള്ളിപ്പൊടി ഇല്ലെന്ന് നമുക്ക് 100% പറയാൻ പറ്റും. ഉറപ്പായിട്ടും പറയാൻ പറ്റില്ല. കാരണം ഒരു തുള്ളിപ്പൊടിയെങ്കിലും എവിടെങ്കിലും കാണും, ഒരു പൊടിയെങ്കിലും കാണും ഉറപ്പായിട്ടും. അന്നേരം അതിനൊക്കെ റീസൺ ഉണ്ട്. വൈ ഡു ക്ലൗഡ് സീംസ് ഫ്ലോട്ടിംഗ് ഇൻ ദി സ്കൈ? നമ്മളിങ്ങനെ ആകാശത്തോടെ പതുക്കെയാണ് ഇങ്ങനെ മേഘങ്ങൾ പോകുന്നത്. സിനിമയിൽ ഹീറോയിസം കാണിക്കുന്ന നേരെ ഉള്ളു ഇങ്ങനെ മേഘം പോകുന്ന കാണിക്കുന്നത് ക്ലൗഡ്സ്. ഇതിന്റെ എല്ലാം കോമൺ ആയിട്ട് റീസൺ ഇറ്റ് ഈസ് ഡ്യൂ ടു ആൻസർ. ഇറ്റ് ഈസ് ഡ്യൂ ടു ടെർമിനൽ വെലോസിറ്റി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ എല്ലാം ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ടെർമിനൽ വെലോസിറ്റി. അങ്ങനെ എന്തുകൊണ്ടാണ് ടെർമിനൽ വെലോസിറ്റി നമുക്ക് ഇതിനെല്ലാം ആപ്ലിക്കബിൾ ആകുന്നത് നമുക്ക് നോക്കാം. അതിന്റെ ഇക്വേഷൻ എന്താണ് നമുക്ക് അതിനെ സർജറി ചെയ്ത് നോക്കാം. Vt is equal to 2/9 r square dg by eta. gd dg by eta. ഓക്കെ, അതിനകത്ത് r റേഡിയസ് ആണ്. നിങ്ങൾ നോക്കി, ഇത് ഡയറക്ട്ലി ഇവിടെ കിടക്കുന്ന ടേബിളിൽ എന്തായാലും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, ഈ മുകളിൽ കിടക്കുന്ന ടേബിളിൽ അങ്ങനെയാണെങ്കിൽ Vt is directly proportional to r square. ഈ ഇക്വേഷൻ വെച്ചാണ് നമുക്ക് ഇതെല്ലാം. പിന്നെ നിങ്ങളുടെ സ്വന്തം സെൻസ് എഴുതിയാൽ മതി. ഒരു സെൻസ് എഴുതണം, ഇറ്റ് ഈസ് ഡ്യൂ ടു ടെർമിനൽ വെലോസിറ്റി, Vt is proportional to r square. പിന്നെ നമ്മുടെ സ്വന്തം സെൻസ് നമ്മൾ എഴുതുകയാണ്. Vt is proportional to r square എന്ന് പറഞ്ഞാൽ റേഡിയസ് കുറഞ്ഞാൽ ടെർമിനൽ വെലോസിറ്റി കുറയും. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ പ്രത്യേകത, റേഡിയസ് കൂടിയാൽ ടെർമിനൽ വെലോസിറ്റി കൂടുതൽ. റേഡിയസ് കുറഞ്ഞാൽ ടെർമിനൽ വെലോസിറ്റി കുറവായിരിക്കും, റേഡിയസ് കൂടിയാൽ ടെർമിനൽ വെലോസിറ്റി കൂടുതലായിരിക്കും. നിങ്ങൾ നോക്കി, റെയിൻ ഡ്രോപ്സ് ഫോളിംഗ് അണ്ടർ ഗ്രാവിറ്റി ഡസ് നോട്ട് അക്വയർ വെരി ഹൈ വെലോസിറ്റി ബൈ. കാരണം റെയിൻ ഡ്രോപ്സ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ മോളിക്യൂളാണ്. അന്നേരം സ്വാഭാവികമായിട്ട് അവിടെ റേഡിയസ് കുറവാണ്. റേഡിയസ് കുറവാണെങ്കിൽ അവിടെ എന്ത് കുറവായിരിക്കും? ടെർമിനൽ വെലോസിറ്റി കുറവാണ്. അന്നേരം ഇവിടുത്തെ റീസൺ അതാണ്. അത് നിങ്ങളുടെ സ്വന്തം സെൻസ് എഴുതിയാൽ മതി, കാണാപ്പെടാൻ പിടിച്ചിട്ടൊന്നും പോകണ്ട. അടുത്ത നിങ്ങൾ നോക്കിയോ, ഡസ്റ്റ് പാർട്ടിക്കിൾ സെറ്റിൽ ഡൗൺ ഇൻ എ ക്ലോസ്ഡ് റൂം ബൈ. ഡസ്റ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ തന്നെ വളരെ സ്മോൾ സ്ഫിയേഴ്സ് ആണ്. വെരി സ്മോൾ സ്ഫിയേഴ്സ് ആണ് ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. വളരെ തീരെ ചെറുതാണ്. സ്വാഭാവികമായിട്ടും റേഡിയസ് കുറവാണല്ലോ ഡസ്റ്റ് പാർട്ടിക്കിൾസിന്. സ്വാഭാവികമായിട്ടും അവിടുത്തെ എന്ത് കുറവാണ്? ടെർമിനൽ വെലോസിറ്റി കുറവാണ്. അന്നേരം വെലോസിറ്റി ഉണ്ടെങ്കിലേ മൂവ് ചെയ്യത്തുള്ളൂ. വെലോസിറ്റി കുറവുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യത്തില്ല? മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൂ. അന്നേരം ഡസ്റ്റ് പാർട്ടിക്കിൾസിന് റേഡിയസ് കുറവാണ്, അന്നേരം വെലോസിറ്റി ഇല്ലാതെ അവിടെ തന്നെ അങ്ങ് സെറ്റിൽ ചെയ്ത് കിടക്കും. അന്നേരം എല്ലാ വീടുകളിലും എല്ലാ മുറികളിലും ഒരു പൊടി അവശേഷിക്കുക എന്നുള്ളത് 100% ബെറ്ററാണ്. ഓക്കെ, അതായത് ഇതെല്ലാം എന്താണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ടെർമിനൽ വെലോസിറ്റി. ഇപ്പൊ ആ എഴുതുന്ന രീതി കൂടെ മനസ്സിലായല്ലോ. സ്വന്തം സെന്റൻസ് എഴുതാം, പക്ഷെ ഈ രണ്ട് കാര്യങ്ങൾ എഴുതിയേക്ക്. ഇറ്റ് ഈസ് ഡ്യൂ ടു ടെർമിനൽ വെലോസിറ്റി, Vt is directly proportional to r square. എന്നിട്ട് നമ്മുടെ റീസൺ എഴുതിയാൽ മതി, നമ്മുടെ സ്വന്തം സെന്റൻസ്. അടുത്തത്, why do clouds seems floating in the sky? നല്ല ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. ക്വസ്റ്റ്യൻ ഒക്കെ നല്ലതാണ്. ക്ലൗഡ്സ് ഇങ്ങനെ പതുക്കെ മേഘം ഇങ്ങനെ നല്ല പതുക്കെ മൂവ് ചെയ്യും. അതാണ് നമ്മൾ കാണുന്നത് അല്ലേ ആകാശത്ത്. അന്നേരം ഇത് രസമുള്ള ഫിനോമിനയാണ്. അന്നേരം അവിടെ നിന്ന് ആലോചിച്ച് ക്ലൗഡ്സിനകത്ത് ഡസ്റ്റ് പാർട്ടിക്കിൾസും വാട്ടർ മോളിക്യൂൾസും ഒക്കെ ഉള്ളത്. ഇതിനെല്ലാം ഒരു പ്രത്യേകത എന്തുവാ? ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആയാലും വാട്ടർ മോളിക്യൂൾസ് ആയാലും ഇതിനെല്ലാം എന്ത് കുറവാണ്? റേഡിയസ് കുറവാണ്. കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ടെർമിനൽ വെലോസിറ്റി കുറവാണ്. അന്നേരം പതുക്കെ മൂവ് ചെയ്യും. അന്നേരം എന്ത് എളുപ്പമായിട്ട് വിളിച്ചു. ഇതാണ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ പഠിക്കുന്നു. ഇതിനെ ഞാൻ ഈ രീതിയിലാണ് പഠിപ്പിക്കുന്നത്. കാരണം അന്നേരം നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് ഈ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നതിന്റെ നമുക്ക് പെട്ടെന്ന് എടുക്കാം. അല്ല നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്തും വേണ്ടി ക്വസ്റ്റ്യൻസ് പറയാം. ഇപ്പൊ ഞാൻ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ ചെയ്യിപ്പിക്കുന്നില്ല. ഡിറൈവ് വെർണോളിസ് തിയറം, അത് നമുക്ക് അറിയാൻ ഇമ്പോർട്ടന്റ് ആണ്. ഡിറൈവ് ടെർമിനൽ വെലോസിറ്റി, ഡിറൈവ് ക്യാപിലാരിറ്റി, ഡിറൈവ് അല്ലെങ്കിൽ പാസ്കൽസ് ലോ, പ്രൂഫ് ഓഫ് പാസ്കൽസ് ലോ, ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്, ഇതെല്ലാം നമ്മൾ എല്ലാം പഠിപ്പിച്ചതുകൊണ്ട് ഇതെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, ഡിറൈവ് എക്സസ് പ്രഷർ ഇൻസൈഡ് എ ഡ്രോപ്പ്, ഇതെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അറിയാൻ വയ്യാത്ത ചില ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഇങ്ങനെയുള്ള ചാപ്റ്ററിൽ നിന്നൊക്കെ എടുത്ത് ചെയ്യാം. അന്നേരം അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക്. ഓക്കെ, ബോറടിക്കരുത്, നന്നായിട്ടിരുന്ന് കാണണം, നമ്മുടെ ആവശ്യമാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് റെപ്പറ്റീഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇഷ്ടംപോലെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എ ബോയ് ഡിപ്സ് എ തിൻ കാപ്പിലറി ട്യൂബ് ഇൻ വാട്ടർ. ഞാൻ ഇവിടെ അണ്ടർലൈൻ ചെയ്തേക്കുന്നത് ബോയ്ക്ക് പകരം ഗേള് ആകാം, സെയിം ആണ്.
പറഞ്ഞാൽ ക്വസ്റ്റ്യൻ സെയിം ആണ്. ഓക്കെ, വാട്ടർ റൈസസ് ത്രൂ ഇറ്റ്. ഒരു ചെറിയ തിന്നായിട്ടൊരു ക്യാപ്പിലറി ട്യൂബ് വെള്ളത്തിനകത്തിട്ടു, വെള്ളം അതിനകത്തോട്ട് ആ ട്യൂബിനകത്ത് റൈസ് ചെയ്തു. നെയിം ദി ഫിനോമിനൻ. വെരി ഈസി ക്വസ്റ്റ്യൻ, പക്ഷെ തെറ്റിക്കരുത്. കാപ്പിലാരിറ്റി ഓർ കാപ്പിലറി റൈസ്. കാപ്പിലാരിറ്റി ഓർ കാപ്പിലറി റൈസ്, സിമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദിസ് വേരി വിത്ത് ദ ഡയമീറ്റർ ഓഫ് ദി ട്യൂബ്. ഈ കാപ്പിലാരിറ്റി ഡയമീറ്റർ അനുസരിച്ച് എങ്ങനെ വ്യത്യാസം വരും? നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇക്വേഷൻ എന്താണ് കാപ്പിലാരിറ്റിയുടെ? കാപ്പിലാരിറ്റി ഇക്വേഷൻ, കാപ്പിലറി ഹൈറ്റിന്റെ ഇക്വേഷൻ H is equal to 2s cos theta by r rho g അല്ലേ. ഡയമീറ്റർ r എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. എന്നിട്ട് നമുക്ക് ഡയമീറ്ററുമായിട്ട് അതിനെ കോറിലേറ്റ് ചെയ്യാം. എന്നിട്ട് h എന്ന് പറയുന്നത് r ആയിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ ആണോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണോ? താഴെ കിടക്കുന്ന ടൈം അല്ലേ. അന്നേരം 1/r വരുന്നുണ്ട്. ഇതാണ് അതിന്റെ റീസൺ. എന്ന് പറഞ്ഞാൽ റേഡിയസ് അല്ലെങ്കിൽ ഡയമീറ്റർ കൂടിയാൽ കാപ്പിലാരിറ്റി കുറയും. കാരണം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. റേഡിയസ് അല്ലെങ്കിൽ ഡയമീറ്റർ കുറഞ്ഞാൽ കാപ്പിലാരിറ്റി കൂടും. ഇതാണ് വ്യത്യാസം. അന്നേരം സ്വാഭാവികമായിട്ടും ഹൗ ഡസ് ദിസ് വേരി വിത്ത് ഡയമീറ്റർ ഓഫ് ദി ട്യൂബ്, ഇതാണ് റീസൺ. എന്നിട്ട് നിങ്ങൾ ആദ്യം ഇക്വേഷൻ എഴുതുക, എന്നിട്ട് h is proportional 1/r എഴുതുക. റേഡിയസ് ഓഫ് ഡയമീറ്റർ ഇൻക്രീസസ്, കാപ്പിലാരിറ്റി ഡിക്രീസസ്. റേഡിയസ് ഓഫ് ഡയമീറ്റർ ഡിക്രീസസ്, capillarity increases because inversely proportional. Simple and humble. Okay. ഇതൊക്കെയാണല്ലോ നമ്മൾ വലിയ പാഠം പറയുന്നത്. വാട്ട് ആർ ദി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദിസ് ഫിനോമിനൻ? ഏത് ഫിനോമിനൻ? കാപ്പിലാരിറ്റി. അത് നമ്മൾ ആദ്യം ഉദ്ദേശിച്ചെടുത്താൽ മാത്രമേ ഫാക്ടേഴ്സ് പറയാൻ പറ്റുള്ളൂ. എനി 2 ഫാക്ടേഴ്സ് എന്നും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. എനി 2 2 ഫാക്ടേഴ്സ് ചെയ്താൽ മതി. നിങ്ങൾ രണ്ടാക്കണ്ട. ആണ്ട് ഈ ഇക്വേഷൻ ഒന്ന് എടുത്ത് h is equal to 2s cos theta by r rho g. ഞാൻ അവിടെ ഫാക്ടേഴ്സ് എഴുതി കാണിക്കാം, നോക്കിക്കോണം. 1 കാപ്പിലാരിറ്റിയുടെ ആണ് h. s 2 ഫാക്ടർ ആയിട്ട് കൂട്ടണ്ട. s എന്താണ്? സർഫസ് ടെൻഷൻ ആണ് ഒരു ഫാക്ടർ. cos theta, another theta is very important. ആംഗിൾ എന്ന് എഴുതിയ തെറ്റാണ്, ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ഓക്കെ. r, radius of the tube, radius of the tube. rho, sorry for rho, density of the liquid. G, acceleration due to gravity. Any 2 factors ആക്കണ്ട. ഏതൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട്? ഈ ഇക്വേഷൻ പഠിച്ചാൽ h is equal to 2s cos theta by r rho g. s എന്ന് പറയുന്നത് സർഫസ് ടെൻഷൻ ഉണ്ട്, ആംഗിൾ അല്ല, ആംഗിൾ ഓഫ് കോണ്ടാക്ട് ആണ്. r എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദി ട്യൂബ്, rho എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ദി ട്യൂബ്, g എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതും 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡസ് പ്ലൗയിങ് ഓഫ് ഫീൽഡ്സ്, അത് ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഫീൽഡ്സ് ഹെൽപ്സ് ഇൻ ദി പ്രിസർവേഷൻ ഓഫ് മോയ്സ്ചർ ഇൻ ദി സോയിൽ. നമ്മുടെ നിലങ്ങൾ, അതായത് വസ്തുക്കളൊക്കെ ഉഴുതിടും, പ്രത്യേകിച്ചും കർഷകരൊക്കെ ഉഴുതിടും. എന്തിനു വേണ്ടിയാണ്? അവിടെ മോയ്സ്ചർ, അവിടെ ഈർപ്പം നിലനിൽക്കുക. അതിനുള്ള റീസൺ. അതായത് നിങ്ങൾ അവിടെ റീസൺ എഴുതാൻ ചോദിക്കുമ്പോൾ ആദ്യമേ മറ്റേതുപോലെ ഇങ്ങനെ എഴുതേണ്ട, എല്ലാത്തിൻ്റെയും 1 മാർക്കും കിട്ടും. ഇറ്റ് ഈസ് ഡ്യൂ ടു കാപ്പിലാരിറ്റി. എന്നിട്ട് നമ്മൾ കാര്യത്തിലേക്ക് കിടക്കുക. നമുക്ക് വെള്ളം നിൽക്കുക എന്നുള്ളതാണ്. അന്നേരം ടൈനി ട്യൂബ് പോലെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഊർന്നിങ്ങനെ വരുന്നത്. ഇത് ഉഴുതിടുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അതങ്ങ് കട്ടായി അവിടെ തന്നെ കിടക്കും. മനസ്സിലായോ? അത് ഡിസ്ട്രോയ്സ് കാപ്പിലറീസ്. ആ സോയിലിനകത്ത് കാപ്പിലറീസ് അതങ്ങ് ഡിസ്ട്രോയ് ചെയ്യും. ഉഴുതിടുമ്പോൾ ഇങ്ങനെ ട്രാക്ടർ കൊണ്ട് ഇങ്ങനെ ഉഴുതുമ്പോഴേ ഇതെല്ലാം കട്ട് ചെയ്ത് ആ വെള്ളം എല്ലാം എവിടെ കിടക്കും? ആ സോയിലിൽ തന്നെ കിടക്കും. അതുകൊണ്ടാണ് പഴയ കൃഷിക്കാരും പുത്തൻ കൃഷിക്കാരും എല്ലാം എപ്പോഴും നിലം പ്രത്യേകിച്ചും ഉഴുതിടാനുള്ള കാരണം അവിടെ എപ്പോഴും ഒരു ജലാംശം, മോയ്സ്ചർ കിടക്കാൻ വേണ്ടിയാണ്. അന്നേരം അതിൻ്റെ മെയിൻ റീസൺ വേറെ ഒന്നുമല്ല, കാപ്പിലാരിറ്റിയാണ്. അന്നേരം ഇന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഇങ്ങനെ മതി ഇന്നത്തെ ക്ലാസ്സിൽ. കാരണം ഒന്നുമല്ല, നമ്മുടെ ബാഹുബലി ട്യൂബ് പോലെ ഫ്ലൂയിഡ്സ് ആൻഡ് ട്യൂബിനകത്ത് പ്രോബ്ലംസും കുറച്ചുകൂടെ ടഫായിട്ടൊരു സാധനം നാളെ നിങ്ങൾക്ക് എത്തും. അതും നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകുന്നു നന്നായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് അനുസരിച്ച്. ഇന്ന് നമ്മൾ 1 മാർക്ക് 2 മാർക്ക് ടെർമിനൽ വെലോസിറ്റി, കാപ്പിലാരിറ്റി, സർഫസ് ടെൻഷൻ ഇതിനെ കുറിച്ചൊക്കെ ഒരു ഏകദേശ അവബോധം എല്ലാവരും കിട്ടിയിട്ടുണ്ട്. ഏകദേശ അവബോധമല്ല, നന്നായിട്ടൊരു അവബോധമായി. നന്നായിട്ട് പഠിക്കുക. നാളത്തെ 2 വേണ്ടി വെയിറ്റ് ചെയ്യുക.
നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് മേടിക്കുക. ഓക്കെ 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 ബെസ്റ്റ് ഓഫ് ലക്ക്. ഓക്കെ.